Hello, welcome back to my channel. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു മീഷോ ഹോൾ ആണ്. അപ്പോൾ ഞാൻ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഡ്രസ്സസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ ഓരോരോ ഡ്രസ്സസ് ആയിട്ട് കണ്ടാലും ആദ്യം തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ള ഒരു റെഡ് കളറിൽ വരുന്നതാണ്. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് പോളിസ്റ്റർ മെറ്റീരിയലാണ് കേട്ടോ ഇത് വരുന്നത്. അത് മാത്രമേ എനിക്ക് ഇതിൽ ഇഷ്ടപ്പെടാത്തൊരു കാര്യം. അപ്പം ചൂടുകാലം ആയതുകൊണ്ട് തന്നെ നമുക്കിത് അത്രയും കംഫർട്ടബിൾ ആയിരിക്കില്ല ഇടാൻ വേണ്ടിയിട്ട്. ഇതിന്റെ കളർ കോമ്പോവും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട്. റെഡിൽ വൈറ്റ് ആൻഡ് ഗ്രീൻ കളർ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത്. ഫ്ലോറൽ പ്രിന്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. സ്ലീവ്സിന്റെ ലെങ്ത്തും കാര്യങ്ങളൊന്നും എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എന്തായാലും എന്റെ ട്രൈ ഓൺ ഞാൻ സൈഡിൽ കൊടുക്കും, അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും കേട്ടോ. എന്റെ ഹൈറ്റ് വന്നിട്ട് 5 feet ആണ്. എല്ലാത്തിന്റെ താഴെയും കമന്റ്സ് ഉണ്ടാവാറുണ്ട് ഇത്താന്റെ ഹൈറ്റ് എത്രയാണെന്ന് ചോദിച്ചിട്ട്. അപ്പൊ എന്റെ ഹൈറ്റ് 5 feet ആണ് കേട്ടോ. അപ്പൊ എനിക്ക് എത്രയാണ് ഇത് ലെങ്ത് വരുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ട്രൈ ഓണിൽ മനസ്സിലാവും. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതൊരു റാപ്പ് ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. അതായത് നമ്മൾ റാപ്പ് ചെയ്യുന്നതാണ്. കറക്റ്റ് ആയിട്ട് ഞാൻ ഈ സൈഡിൽ കാണിക്കാത്തത് എങ്ങനെയാണ് റാപ്പ് ചെയ്യുക കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിന് ഇവിടെ ഇങ്ങനെ ചുരുക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് ചുരുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ രണ്ടാമതൊരു ലെയർ ആയിട്ട് ചുരുക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മൂന്നാമതൊരു ലെയർ ആയിട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിലും അതേപോലെ തന്നെയാണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കളർഫുൾ അല്ലെങ്കിൽ ഫോട്ടോസിലൊക്കെ നല്ല ഭംഗി വേണമെങ്കിൽ ഇത് നല്ലൊരു പെർഫെക്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് ടൈ ചെയ്തിട്ട് ഇടുന്നത് ഞാൻ എൻ്റെ ട്രൈ ഓണിൽ കാണിക്കുക. ഇതിപ്പം ഓപ്പൺ ആയിട്ടാണ് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് ട്രൈ ഓണിൽ കറക്റ്റ് മനസ്സിലാവും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഒറിജിനൽ പിക്കും ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറേ എക്സ്പെക്ടേഷനോട് കൂടിയായിരുന്നു ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇതിൻ്റെ മെറ്റീരിയൽ അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് പോളിസ്റ്റർ മെറ്റീരിയൽ വരുന്നതിനോട് വലിയ താല്പര്യമില്ല. ക്രേപ്പ് പിന്നെ ഓക്കെയാണ്, രണ്ടും സമ്മർ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളതല്ല. പക്ഷെ എനിക്ക് പോളിസ്റ്റർ മെറ്റീരിയൽ എന്തോ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല കേട്ടോ. അപ്പം ആ ഒരു പ്രശ്നമേ ഉള്ളൂ. അപ്പം നിങ്ങൾ പോളിസ്റ്റർ, ചിലർക്ക് പോളിസ്റ്റർ മെറ്റീരിയൽ വലിയ കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ നിങ്ങൾ പോളിസ്റ്റർ മെറ്റീരിയൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്തായാലും ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഡ്രസ്സ്. ഇതിൻ്റെ ഒന്നും പ്രൈസ് എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. എല്ലാത്തിൻ്റെയും പ്രൈസ് ഞാൻ സൈഡിൽ കൊടുക്കട്ടോ. വലിയ പ്രൈസ് ഒന്നും വരുന്നില്ല. ഞാൻ കാണിക്കുന്ന എല്ലാ പ്രൊഡക്ട്സും തന്നെ വളരെ അഫോർഡബിൾ റേഞ്ചിൽ ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഡ്രസ്സ്. അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്ന ഡ്രസ്സ് നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ നമുക്ക് സജസ്റ്റ് ചെയ്ത് തന്നിട്ടുള്ളതാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന ഒരു സ്കൈ ബ്ലൂ കളറാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത്. ഇതിൻ്റെ കളർ കോമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതെനിക്ക് സജസ്റ്റ് ചെയ്ത് തന്നിട്ടുള്ള ആളിത് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും താഴെ കമൻറ്റിൽ പറയാം കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഒരു പിങ്ക് പിന്നെ ഒരു ഡാർക്ക് ബ്ലൂ ഒക്കെ ആയിട്ടാണ് ഇതിൽ പ്രിന്റ് വരുന്നത്. അപ്പോൾ ഒരു ലൈറ്റ് ബ്ലൂമിൽ ഒരു ഡാർക്ക് ബ്ലൂ അതുപോലെ തന്നെ പിങ്ക് കളറൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഒരു കളർ കോമ്പോവും ഇതിൻ്റെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിന് മുമ്പ് ഞാനൊരു മീഷോ മാക്സി ഡ്രസ് ഹോൾ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാനൊരു ലാസ്റ്റിലാണ് ഞാൻ തോന്നുന്നത് ഒരു കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന ഒരു ഫ്ലോറൽ പ്രിന്റ് ഉള്ള ഒരു ഡ്രസ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം സിമിലർ ആയിട്ടാണ് കേട്ടോ വരുന്നത്. ആകെയുള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കൈ വേറൊരു രീതിയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ സ്ലീവ്സ് സാധാ ഒരു നോർമൽ സ്ലീവ് ആയിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത് തിരിച്ചിട്ടാണ് കേട്ടോ ഉള്ളത്. അല്ലല്ലേ, അല്ല, ഇതിങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ ഇതിൻ്റെ സ്ലീവ്സ് ഇങ്ങനെയാണ് വരുന്നത്. മറ്റേതിൻ്റെ സ്ലീവിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അപ്പോൾ ആ സെയിം ടൈപ്പ് തന്നെയാണ്. വലിയ കട്ടിയൊന്നും വരുന്നില്ല. നമുക്ക് സമ്മേഴ്സിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. വീട്ടിൽ നിന്നായാലും പുറത്തേക്കായാലും ഇപ്പം ഈ ഒരു സീസണിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു ടൈപ്പ് ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്നെ പോലെ കോട്ടൺ സമ്മേഴ്സിൽ കോട്ടൺ ആണ് നിങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് ഓപ്ഷനാണ്. ഈ പെരുന്നാൾക്ക് വലിയ പ്രൈസൊന്നും ഇതിന് വരുന്നില്ല. അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ സൈഡിൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു പെരുന്നാൾക്ക് ഒരു ഡെയിലി വെയർ നിങ്ങൾ വാങ്ങിക്കാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് ഓപ്ഷൻ. ഇപ്പം നിങ്ങൾ കോളേജിൽ അല്ലെങ്കിൽ ഓഫീസിലൊക്കെ പോകുന്നവരാണെങ്കിൽ ഈ ചൂട് കാലത്ത് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോഴൊക്കെ നിങ്ങൾക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ള സൈസ് മീഡിയം ആണ് കേട്ടോ. ഇന്ന് ഞാൻ കാണിക്കുന്ന എല്ലാത്തിലും ഞാൻ മീഡിയം ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നിറവ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ താഴേക്കും ഇങ്ങനെ പാർട്ടീഷനായിട്ട് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ പ്രഗ്നന്റ് ആണെങ്കിലും നിങ്ങൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. കഴുത്തിൻ്റെ ഭാഗത്ത് ഇതുപോലെ ടെസൽസ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ഒരു പിങ്ക് ഇത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഫ്ലഫി ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു പിങ്ക് കളർ. ഈ ബ്ലൂവിൽ നിന്ന് ഈ ഒരു പിങ്ക് നല്ല എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കളറാണ്. ഇത് കോട്ടൺ ഓൺലി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെതാണ്. നല്ല പ്യോർ കോട്ടൺ ആണ് കേട്ടോ. ഇതിൻ്റെ ക്വാളിറ്റിക്ക് ഞാൻ 10 out of 10 കൊടുക്കും. അപ്പോൾ നിങ്ങൾ കോട്ടൺ ആയിട്ട് ഒരു ഡെയിലി വെയർ ആയിട്ട് നിങ്ങൾ ഒരു ഡ്രസ്സ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് ഓപ്ഷനാണ്. ഇതിലേക്ക് നമുക്ക് ലെഗിങ്സ് ഇട്ടാലും കുഴപ്പമില്ല, കാരണം അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ എടുത്തിട്ടുള്ള സൈസ് മീഡിയം ആണ്. അപ്പോൾ ഇതിന് കുറേ പേര് പറയാറുണ്ട് നല്ല ഹൈറ്റ് ഉണ്ട്, അപ്പോൾ XXL എടുക്കണമെന്ന്. അപ്പോൾ നിങ്ങൾ
നിങ്ങളുടെ തടിക്കനുസരിച്ചിട്ടാണ് കേട്ടോ എടുക്കേണ്ടത്. കാരണം എല്ലാത്തിൻ്റെയും ലെങ്ത് സെയിം ആണ് വരെ, വീതിയിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഇതാണ് കേട്ടോ നമ്മളുടെ രണ്ടാമത്തെ ഡ്രസ്സ്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന്റെ കോഡ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അടുത്ത ഡ്രസ്സ് വന്നിട്ട് എഗെയിൻ ഒരു സബ്സ്ക്രൈബർ നമുക്ക് സജസ്റ്റ് ചെയ്ത് തന്നിട്ടുള്ളതാണ്. ഇത് നല്ല ഭംഗിയുള്ള ഇത് ഒരു നമ്മളുടെ നീന്റെ എബവ് ലെങ്ത്തിൽ വരുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഒരു ബ്ലാക്ക് കളറാണ്. ഇതിന്റെ കോളർ വന്നിട്ട് മാൻറ്റേറിയൻ കോളറാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ ഇതിന്റെ സ്ലീവ്സ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്, ഫുൾ സ്ലീവ് തന്നെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ അറ്റത്തായിട്ട് നമുക്ക് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. പ്യോർ ബ്ലാക്ക് കളറിലാണ് കേട്ടോ വരുന്നത്. ഈ ഫ്രണ്ട് പോർഷനിൽ നമുക്ക് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു ഫീഡിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ ബട്ടൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഫീഡിംഗ് ഫ്രണ്ട്ലി ആണ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒട്ടും അങ്ങനെ താഴേക്കല്ല കേട്ടോ അതിന്റെ ബട്ടൺ വരുന്നത്. പിന്നെ വന്നിട്ട് ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇങ്ങനെ ഒരു ലെയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ബാക്കിൽ ഇതുപോലെ നെറിവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിനിതാ ഇവിടെ ഇങ്ങനെ 2 ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ബട്ടൺ വേറൊരു കളറിലാണ്. നമ്മളുടെ സാധാ ബട്ടണാണ് വരുന്നത്. അതിനുള്ള പ്രൈസ് അല്ലേ വരുന്നുള്ളൂ. അപ്പൊ അതിനെന്തായാലും എനിക്ക് വർത്ത് ആയിട്ട് തോന്നി. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അത് ഇട്ടിട്ടുള്ള ലുക്കായാലും നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾക്കൊരു നീ ലെങ്ത്തിന്റെ മേലെ വരുന്ന എന്നാലും ഫുൾ സ്ലീവ് ഉള്ള ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതെന്തായാലും ട്രൈ ചെയ്തോളൂ കേട്ടോ. നല്ല ഭംഗിയുണ്ട്. നല്ലൊരു ലുക്കുള്ള നല്ലൊരു എലഗന്റ് ലുക്ക് അല്ലെങ്കിൽ ഒരു ക്ലാസി ലുക്ക് ഉള്ളത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്തോളൂ കേട്ടോ. അപ്പൊ ഈ ഒരു ടോപ്പ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിന്റെ കോഡ് കൊടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും പർച്ചേസ് ചെയ്തോളൂ. അടിപൊളിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൽ ഞാൻ എടുത്തിട്ടുള്ള സൈസ് മീഡിയം ആണ്. എനിക്ക് കുറച്ച് ലൂസ് ഫിറ്റ് ആണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ മീഡിയം എടുത്ത് എന്റെ കറക്റ്റ് സൈസ് എന്ന് പറയുന്നത് സ്മോൾ ആണ്. അപ്പൊ ഫിറ്റിൽ ഇടാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾ സ്മോൾ എടുക്കുക കേട്ടോ. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് ഞാൻ കുറച്ച് പേരൊക്കെ ചെയ്തത് കണ്ടിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പൊ ഇത് വന്നിട്ട് ഒരു റയോൺ മെറ്റീരിയൽ ആണെന്ന് തോന്നുന്നു. കോട്ടണോ റയോൺ മെറ്റീരിയൽ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ സ്ലീവ്സ് നമുക്ക് 3/4 സ്ലീവ് ആണ് വരുന്നത്. ഇങ്ങനെ ഇവിടെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. ഇതിൽ മൊത്തത്തിൽ ഡേസി പ്രിന്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. എന്നിട്ട് ഒരു ഫീഡിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. അപ്പൊ ഫൈനലി ഞാനൊരു ഫീഡിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സ് കാണിക്കുകയാണ് കേട്ടോ. ഞാൻ ഒരു ഹോൾ മൊത്തം ഫീഡിംഗ് ഫ്രണ്ട്ലി കാണിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനെ കിട്ടിയില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പം ഇതാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു പേർപ്പിൾ കളറാണ് വന്നിട്ടുള്ളത്. മൊത്തം നമുക്ക് ഊരാൻ പറ്റും കേട്ടോ. എന്നിട്ട് നമുക്കൊരു ഷ്രഗ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അതായത് അങ്ങനെ ഒരു ലെയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ നെറിവായിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഫീഡിംഗ് ഫ്രണ്ട്ലി ആണേലും എന്നാലും നല്ലൊരു എലഗന്റ് ലുക്ക് തരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ കുറച്ച് നെറിവ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ചെറുതായിട്ട് പഫായിട്ടാണ് കേട്ടോ നിൽക്കുക. പിന്നെ ഇത് ഫുൾ ലെങ്ത്തിൽ വരുന്നില്ല. എന്തായാലും നമ്മൾ ഇതിനടിയിൽ ഒരു പാൻറ് യൂസ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡ്രസ്സായിട്ട് ഇടാനാണെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് ഓപ്ഷനാണ്. അങ്ങനെ നിങ്ങൾക്ക് ഇടാൻ പറ്റും. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന്റെ പ്രൈസ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പ്രൈസ് ഞാൻ സൈഡിൽ കൊടുക്കുക. ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന്റെ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഡ്രസ്സ്. വലിയ ഫീഡ്ബാക്സ് താഴെ കമന്റ്സ് ആയിട്ട് അറിയിക്കാം. പിന്നെ നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.